നടി ഐശ്വര്യ റായ് ബച്ചനെ അധിക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് BJP. ഐശ്വര്യയെ അവഹേളിച്ച രാഹുൽ വീഴ്ചകളിലേക്ക് കൂപ്പുകുത്തുന്നതായാണ് BJP പറയുന്നത്. ഒരു കന്നേഡിയനെ അപമാനിച്ച രാഹുലിനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയും രൂക്ഷ വിമർശനമാണ് BJP ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ തിരസ്കരണത്തിൽ നിരാശനായ രാഹുൽ ഇന്ത്യയുടെ അഭിമാനമായ ഐശ്വര്യ റായെ അപമാനിക്കുന്നതിലൂടെ വീഴ്ചകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് യശസ് കൊണ്ടുവന്ന ഐശ്വര്യ റായ്ക്കെതിരെ ഒരു നേട്ടവും കൊണ്ടുവരാത്ത രാജവംശത്തിന്റെ ഒരു 4ാം തലമുറ കുപ്രചരണങ്ങൾ നടത്തുകയാണെന്നും കർണാടക BJP ട്വീറ്റ് ചെയ്തു. മിസ്റ്റർ സിദ്ധരാമയ്യ, നിങ്ങളുടെ ബോസ് ഒരു കന്നഡിയനെ അപമാനിക്കുമ്പോൾ നിങ്ങളുടെ കന്നഡയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് അനാദരവിനെതിരെ സംസാരിക്കുമോ, അതോ നിങ്ങളുടെ മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാൻ മിണ്ടാതിരിക്കുമോ? ട്വിറ്ററിലൂടെ BJPയുടെ ചോദ്യം ഇതായിരുന്നു. രാഹുലിന്റെ വീഡിയോ ക്ലിപ്പുകളും BJP എക്സ് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. ഐശ്വര്യ റായ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ നൃത്തം ചെയ്തുവെന്നും അമിതാഭ് ബച്ചൻ അവിടെ ഭാംഗ്ര ചെയ്തുമെന്നുമാണ് രാഹുൽ പൊതുപരിപാടിയിൽ പറഞ്ഞത്. പ്രയാഗ്രാജിൽ നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലായിരുന്നു രാഹുലിന്റെ ഈ പരാമർശം. രാഹുലിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മൗനം പാലിക്കുന്ന പ്രിയങ്കയുടെ നടപടിക്കെതിരെയും BJP വക്താവ് ഷെഹ്സാദ് പൂനവല്ലയു ചോദ്യം ചെയ്തു. രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ലാത്ത ഐശ്വര്യ റായ് ബച്ചനെതിരെ രാഹുൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടും പ്രിയങ്ക എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മുതിർന്ന BJP നേതാവുമായ ശിവരാജ് സിംഗ് ചൗഹാനും രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില തകരാറിലാണെന്നും അതിനാലാണ് ഇങ്ങനെ വലിയ തോതിൽ വിളിച്ചു പറയുന്നതെന്നുമായിരുന്നു ശിവരാജ് ചൗഹാന്റെ വാദം. തന്റെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ വാരണാസിയിലും ഉത്തർപ്രദേശിലും തെരുവുകളിൽ നിറയെ മദ്യപിച്ച് ലക്കുകെട്ട യുവാക്കളെ കണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിനെതിരെയായിരുന്നു ശിവരാജ് ചൗഹാന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.